ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എമി കിച്ചണിലേക്ക് സ്വാഗതം. ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്ന ഷവർമ പോട്ടാണ്. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരും കാണുന്നുണ്ട് പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, ഒരു ലൈക്കും ചെയ്യണേ. ഇന്ന് നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഒരു പാത്രത്തിലേക്ക് 1.5 കപ്പ് മൈദപ്പൊടി ഇട്ട് കൊടുക്കുക. ആവശ്യത്തിനുള്ള ഉപ്പും ഇതൊന്ന് മിക്സാക്കി കൊടുക്കാം. ഇതിലേക്ക് സാദാ പച്ചവെള്ളം ഒഴിച്ച് കൊടുത്ത് ഒന്ന് കുഴച്ചെടുക്കുക. അതുകൊണ്ട് മിക്സാക്കി കൊടുത്തുകൊണ്ട് ഒന്ന് കുഴച്ചെടുക്കണം. അങ്ങനെ അത് കുഴച്ച് കഴിഞ്ഞിട്ട് നല്ല സോഫ്റ്റ് ഉണ്ട്. ഇത് 2 ഭാഗമാക്കിയാണ്ട് മുറിച്ചെടുക്കുക. കുറച്ച് പൊടി ഇട്ട് കൊടുത്താണ്ട് ഇതൊന്ന് പരത്തി കൊടുക്കണം. വലിയ ചപ്പാത്തി പോലെയാണ് പരത്തി എടുക്കുന്നത്. കാരണം കുറച്ച് പരത്തി എടുക്കണത്. ഞാൻ ഇങ്ങനത്തെ ഒരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് മുറിച്ചെടുക്കാണ്, ഇതിൻ്റെ വട്ടത്തിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ മുറിച്ചെടുക്കുന്നത്. ഇതേപോലെ എല്ലാം മുറിച്ചെടുക്കുക. ഈ കനത്തിലാണ് ഇത് പരത്തിയെടുക്കേണ്ടത്. ഒരു ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇതേപോലെ ഒരു ഗ്ലാസ് എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ബാക്കിൽ കുറച്ച് വെളിച്ചെണ്ണ തടവി കൊടുത്തുകൊണ്ട് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച പത്തിരി ഇതിൻ്റെ മേലെ ഒട്ടിച്ച് കൊടുക്കുക. ഒരു പോട്ട് പോലെ ആകൃതിയിലാക്കി കൊടുക്കുക. എന്നിട്ട് എണ്ണ നല്ലോണം ചൂടായതിൻ്റെ ശേഷം എണ്ണയിലേക്ക് മുക്കി കൊടുക്കുക. ഇതിമെന്ന് വിട്ട് വരുന്നില്ലെങ്കിൽ ഒരു സ്പൂണ് കൊണ്ട് ഇങ്ങനെ വിടിച്ച് കൊടുക്കുക. ഇതേപോലെ എല്ലാം ഇങ്ങനെ ചെയ്തെടുക്കുക. അങ്ങനെ ഒന്ന് റെഡി ആയിട്ടുണ്ട്. ഇത് എണ്ണയിൽ നിന്ന് കോരി മാറ്റുക. ബാക്കിയുള്ള ഇതുപോലെ ചെയ്തെടുക്കുക. ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. ബാക്കിയുള്ള ഇതുപോലെ ചെയ്തെടുക്കുക. അങ്ങനെ എല്ലാം പൊരിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ഇവിടെ ഒരു ക്യാരറ്റ് ചെറുതായി കട്ട് ചെയ്തതും കുറച്ച് ക്യാബേജും കുറച്ച് കുക്കുംബറും ഒരു വലിയുള്ളി ഒരു തക്കാളിയും കുറച്ച് മല്ലിയിലയും എടുത്ത് വെച്ചിട്ടുണ്ട്. ആ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടി ഒന്ന് മിക്സാക്കി എടുക്കുക. കുരുമുളക് പൊടി ഉണ്ടെങ്കിൽ അതും ഇട്ട് കൊടുക്കുക. ഞാൻ നേരത്തെ കുറച്ച് മയോണൈസ് ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഓരോ സ്പൂൺ ഇങ്ങനെ ഒഴിച്ച് കൊടുക്കുക. ഓരോ പോട്ടിലേക്ക് നേരത്തെ ഉണ്ടാക്കി വെച്ച പച്ചക്കറിയും ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ചിക്കൻ പൊരിച്ച് വെച്ചിട്ടുണ്ട്, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. തക്കാളി സോസ് ഇതിൻ്റെ മേലെ ഒഴിച്ച് കൊടുക്കുക. കുറച്ച് മല്ലിയില ഇതിൻ്റെ മേലെ ഇട്ട് കൊടുക്കുക. അങ്ങനെ ഇത് റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട് ഇത് കഴിക്കാൻ. എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെടും. ഇങ്ങനെയൊക്കെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിയാൽ എൻ്റെ കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഇഷ്ടപ്പെടും. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക.